Hi friends, I am Rajesh Nilakandan. Welcome to Raj Graphics. ഇന്ന് നമുക്ക് Adobe Illustratorൽ ഇഫക്ട്സുകളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, ഇഫക്ട്സുകൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് Adobe Illustratorൽ ഓബ്ജക്റ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു പുതിയൊരു ഫയൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇഫക്ട്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം. സോ നമ്മുടെ ഇഫക്ട്സ് മെനു ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 3D ഫസ്റ്റ് കിട്ടും. 3Dയിൽ നമുക്ക് എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, റിവോൾവ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ 3D സ്റ്റുഡിയോ മാക്സ് ഒക്കെ പഠിച്ചവർക്ക് അറിയാം. അതിൽ രണ്ട് എക്സ്ട്രൂഡ് മോഡിഫയർ ഉണ്ട്, അതുപോലെ തന്നെ ലെയ്ത്ത് മോഡിഫയർ ഉണ്ട്. ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ എക്സ്ട്രൂഡ് ആൻഡ് ബെവലിലും അതുപോലെ തന്നെ റിവോൾവ് എന്ന ഓപ്ഷനിലും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഞാനൊരു ടൈപ്പ് ടൂൾ എടുത്തു, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, രാജ് ഗ്രാഫിക്സ് എന്ന് ക്ലിക്ക് ചെയ്തു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഞാൻ സെൻട്രൽ അലൈൻ ചെയ്ത് മീൻസ് സെൻട്രലാക്കി ചെയ്ത് വെച്ചു. ഞാനിവിടെ ബ്ലാങ്ക് ഷിഫ്റ്റ് എന്ന ബോൾഡ് സോഫ്റ്റ് എന്നൊരു ഫോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിത് മാക്സിമൈസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ റീഡിംഗ് ഒന്ന് കുറയ്ക്കാം. ഓക്കെ, വീണ്ടും കുറച്ചൊന്ന് ലീഡിംഗ് ഒന്നും കൂടി നമുക്ക് ടൈറ്റ് ആക്കാം. ഓക്കെ, സോ സെൻട്രൽ അലൈൻ ചെയ്ത് വയ്ക്കാം. ഒരു കളർ ഞാൻ അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് വേണമെന്ന് ഓബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഞാൻ ഇവിടെ നമുക്ക് ടൈപ്പിൽ പോയിട്ട് നമുക്ക് ക്രിയേറ്റ് ഔട്ട്ലൈൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് മാക്സിമൈസ് ചെയ്യുക വിൻഡോ. ഓക്കെ, സോ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഇഫക്റ്റ് പോവുക, 3D എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഇവിടെ പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു 3D ടെക്സ്റ്റ് നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് എന്താക്കണം നമുക്ക് നോക്കാം. ഇത് കണ്ട നമ്മുടെ പെർസ്പെക്റ്റീവ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കിവിടെ ഓബ്ജക്റ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ നോക്കാം. നമ്മുടെ ആർട്ട് വർക്കിനനുസരിച്ച് നമുക്ക് ആ ഓബ്ജക്റ്റ് എങ്ങനെ വേണമെങ്കിലും നമുക്കിവിടെ റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, കണ്ടില്ലേ. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെ എക്സ്ട്രൂഡ് ഡെപ്ത് ആണ്. എക്സ്ട്രൂഡ് ഡെപ്ത് പറഞ്ഞാൽ നമുക്ക് ഓബ്ജക്റ്റ് എന്തോരം ബാക്കിലോട്ട് എക്സ്റ്റൻഷൻ ചെയ്യുന്നതാണ് എക്സ്ട്രൂഡ് ഡെപ്ത്. ഞാനിവിടെ എക്സ്ട്രൂഡ് ഡെപ്ത് എനിക്കൊരു 25 പോയിന്റ് മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഒരു 25 പോയിന്റ് മാത്രം എനിക്ക് എക്സ്ട്രൂഡിൻ്റെ ഡെപ്ത് മതി. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളുടെ ബെവലാണ്. ബെവൽ എന്ന് പറയുന്നത് നമ്മുടെ ഓബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്, ഓബ്ജക്റ്റിൻ്റെ ഫേസ് ഒന്ന് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെവൽ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഒത്തിരി ടൈപ്പ് ഉണ്ട്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെവൽ ഷേപ്സ് ഇവിടെ ഉണ്ട്. ഞാനിവിടെ ടോൾ അറൗണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഞാനിവിടെ എൻ്റെ പോയിന്റ് ജസ്റ്റ് ഒന്ന് ഡിക്രീസ് ചെയ്ത് 2 ആക്കി. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എനിക്ക് ഇവിടെ 2 വേണ്ട, ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം മതി. നമുക്കിവിടെ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു എഡ്ജിൻ്റെ റൗണ്ടഡ് എഡ്ജ് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടും. കണ്ടില്ലേ, ഈ സീരോടെയും എഡ്ജിൻ്റെ കൂടെയും. ഓക്കെ, വേണമെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ഒരു പോയിന്റും കൂടി നമുക്ക് കൂട്ടി നോക്കാം. ഇവിടെ 2 ക്ലിക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇവിടെ നമുക്ക് അതിൻ്റെ ഫേസിൻ്റെ പോയിന്റ് നമുക്ക് റൗണ്ട് എഡ്ജ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെവൽ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് അതിൻ്റെ ലൈറ്റിംഗ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഏത് സൈഡിലേക്കാണ് ലൈറ്റിംഗ് വേണ്ടത് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ലൈറ്റിംഗ് ഇവിടെ കറക്റ്റ് ചെയ്തു. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെ ക്യാപ്പാണ്. ഇവിടെ നമ്മൾ നോർമൽ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പൺ ഫേസ് ക്ലോസ് ചെയ്യാനാണ് നമ്മൾ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് വരുന്ന ഹോളോ ക്യാപ്പാണ്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓബ്ജക്റ്റ് ഹോളോ ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്കിവിടെ വേണ്ടത് നമ്മുടെ ക്യാപ്പ് നമുക്ക് ഫില്ലായിട്ടുള്ള ക്യാപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമുക്കിവിടെ ഇതിൻ്റെ ഷേപ്പ് നമ്മുടെ റൊട്ടേഷൻ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ആർട്ട് വർക്കിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ റൊട്ടേറ്റ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവിടെ ബോട്ടം നമുക്ക് കിട്ടും. ഓക്കെ, ബോട്ടത്തിൻ്റെ ഒരു ആംഗിൾ കിട്ടും, നമുക്കിവിടെ ടോപ്പ് ആംഗിൾ കിട്ടും. എനിക്കിവിടെ ഫ്രണ്ട് ആംഗിൾ മതി, ഇവിടെ ജസ്റ്റ് ഫ്രണ്ട് ആംഗിൾ കിട്ടും. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ഇവിടെ ആക്സിസ് ഫ്രണ്ട് കഴിഞ്ഞാൽ ആ ആക്സിസ് ഫ്രണ്ട് ഓപ്ഷൻ നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ,
അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ ഒരു 3D ടെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിനാണ് നമ്മൾ 3Dയിൽ എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഞാനത് ഡിലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇഫക്റ്റിൽ എന്താണ് വരുന്നത്? 3D റിവോൾവ് ആണ് വരുന്നത്. റിവോൾവ് എന്ന് പറഞ്ഞാൽ ഒരു ലെയ്ത്ത് മോഡിഫയർ ആണ്. അതായത് നമ്മുടെ നോർമൽ ഗതിയിൽ നമ്മൾ ലെയ്ത്ത് മോഡിഫയർ കണ്ടിട്ടുണ്ടാവും. ഒരു സൈഡിൽ മാത്രമാണ് ഓബ്ജക്റ്റ് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ ലെയ്ത്ത് ക്ലിയർ ചെയ്ത് പോവുള്ളൂ. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി അത് എല്ലാ സൈഡും ഒരേപോലത്തെ ഡിസൈൻ കിട്ടും. നമുക്ക് നോർമൽ ഗതിയിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ കാലുകളൊക്കെ നമുക്ക് കണ്ടറിയാം. അതാണ് ലെയ്ത്ത് മോഡിഫയർ യൂസ് ചെയ്ത് ലെയ്ത്തിൽ വെച്ചിട്ടാണ് ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലത്തെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഈ റിവോൾവ് എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിവിടെ വ്യൂവിൽ ഞാനിവിടെ ഗ്രിഡ് സെലക്ട് ചെയ്തു. നമുക്ക് നോക്കാം എങ്ങനെയാണ് റിവോൾവ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ലെസണിൽ റിവോൾവ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 3D എഗ്ഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിവോൾവ് എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ വീണ്ടും ഒരു പെൻ ടൂൾ എടുത്തു. ഞാനിവിടെ ജസ്റ്റ് അതിനൊരു കളർ കൊടുത്തിട്ട് നമുക്കൊരു ബ്ലാക്ക് കളർ നമുക്ക് മതി. എനിക്ക് ഫില്ലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഞാനെടുത്ത് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് ജോയിൻ ചെയ്യാം. ഓക്കെ, കൺട്രോൾ പ്രസ് ചെയ്യുക, ഔട്ടറിൽ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഡീസെലക്ട് ചെയ്യാം നമ്മുടെ പെൻ ടൂൾ. ഓക്കെ, ഇനി ഒബ്ജക്റ്റിലേക്ക് നമുക്കൊരു കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫിൽ കളർ മാത്രം കൊടുക്കുക, സ്ട്രോക്കിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സ്ട്രോക്ക് നമുക്ക് നണ്ണാക്കാം. ഓക്കെ, നമുക്കൊരു നൈസായിട്ടൊരു ബ്ലൂ കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഞാൻ ജസ്റ്റ് മാക്സിമൈസ് ചെയ്യാം വിൻഡോ. ഓക്കെ, ഇനി ഞാനിവിടെ എഫക്റ്റിൽ പോയിട്ട് ഞാൻ 3D റിവോൾവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ ജസ്റ്റ് നമുക്കിവിടെ ലെഫ്റ്റ് എഡ്ജിന് പകരം നമ്മൾ റൈറ്റ് എഡ്ജ് കൊടുക്കാം. ജസ്റ്റ് ഇവിടെ പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക്. ഓക്കെ, കണ്ടില്ലേ, ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു കൂജ അതിൻ്റെ ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ഓക്കെ കൊടുക്കാം. നമുക്കിവിടെ ഈ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യാം. നമുക്കിവിടെ പെൻ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ഇതിനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഞാനിത് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്കൊരു ആഡ് പോയിന്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഈ പോയിന്റ് സെലക്ട് ചെയ്യാം. ഈ പോയിന്റും സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു സ്പിയറിക്കൽ മീൻസ് ഒരു സിലിണ്ടറിക്കൽ ഓബ്ജക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിവോൾവ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് റിവോൾവ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്കൊരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് വീണ്ടും നോക്കാം. കൺട്രോൾ മൈനസ്. ഓക്കെ, ഇവിടെ നമുക്കൊരു നിലവിളക്ക് നമുക്ക് അതിന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ ജസ്റ്റ് ഓബ്ജക്റ്റ് ഞാൻ സെൻറ്ററിൽ അലൈൻ ചെയ്ത് വെച്ചു. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഞാൻ ട്രാൻസ്പെറൻസി നമുക്ക് അതിൻ്റെ കുറയ്ക്കാം. ഓക്കെ, മാക്സിമൈസ് ചെയ്യാം. നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് ഓബ്ജക്റ്റ് സെൻട്രലായിട്ട് വയ്ക്കണം. ഓക്കെ, കൺട്രോൾ മൈനസ്. ഓബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം, ലോക്ക് ചെയ്ത് വയ്ക്കാം. കൺട്രോൾ പ്ലസ്. ഇനി നമുക്ക് പെൻ ടൂൾ എടുക്കാം. നമുക്ക് സ്ട്രോക്ക് മാത്രം മതി. ഓക്കെ, ഫിൽ കളറിൻ്റെ ആവശ്യമില്ല, സ്ട്രോക്ക് മാത്രം എടുക്കാം. ഇവിടെ നമുക്കൊരു പെൻ ടൂൾ എടുക്കാം. ഓക്കെ, ജസ്റ്റ് മാക്സിമൈസ് ചെയ്യുക. പെൻ ടൂൾ എടുക്കാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഹാഫ് പോർഷൻ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തു. പെർഫെക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഞാൻ പെൻ ടൂളിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് പെൻ ടൂളിനെ പറ്റി അറിയാത്തവർ ജസ്റ്റ് ആ സെക്കൻഡ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, ഞാനിവിടെ വേറൊരു
റൈറ്റ് ലൈൻ കൊടുക്കുക. റൈറ്റ് ലൈൻ അപ്ലൈ ചെയ്യാം. ഒരു സ്ട്രൈറ്റ് ലൈൻ എടുത്തു പ്രൂവ് ചെയ്യാം. റൈറ്റ് ലൈൻ ചെയ്യാം. ഓക്കെ, റൈറ്റ് ലൈൻ ക്ലിക്ക് ചെയ്യാം. കൺട്രോൾ മൈനസ് ചെയ്യാം. ഓക്കെ, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഇവിടെ നമുക്കത് ജോയിൻ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് മാക്സിമൈസ് ചെയ്യുക വിൻഡോ. നമുക്കിവിടെ നൈസായിട്ട് ചെറിയ ചേഞ്ചസ് ഒക്കെ കൊടുക്കാം. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. വീണ്ടും ഞാൻ ഇവിടെ നിന്നൊരു ആഡ് പോയിന്റ് എടുത്തു. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെയും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്നിവിടെ ഡൗൺ ചെയ്ത് വെച്ചു. ഓക്കെ, അഗൈൻ വീണ്ടും ഞാനൊരു പോയിന്റ് ഇവിടെ ആഡ് ചെയ്തു. ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, കൺട്രോൾ മൈനസ്. നമുക്കിതിലേക്ക് ഒരു കളർ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അവിടെ ഞാനൊരു ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമുക്കൊരു ഗോൾഡിൻ്റെ ഒരു കളർ നമുക്കവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഗോൾഡിൻ്റെ കളർ നമുക്കവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കൺട്രോൾ മൈനസ് ചെയ്യുക. ഞാൻ കൺട്രോൾ ഓൾട്ട് ടു പ്രസ് ചെയ്തു. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഞങ്ങൾക്കിതിലെ നമുക്കൊരു ഫുള്ളായിട്ടൊരു അതിൻ്റെ ഒപ്പാസിറ്റി നമുക്കതിൽ കൂട്ടി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ജസ്റ്റ് കൺട്രോൾ പ്ലസ് മാക്സിമൈസ് വിൻഡോ. ഓബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഇഫക്റ്റിൽ പോയിട്ട് 3D റിവോൾവ് പ്രിവ്യൂ ബട്ടൺ റൈറ്റ് കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് നമ്മളൊരു നിലവിളക്ക് നമ്മൾ ഏതിൽ ക്രിയേറ്റ് ചെയ്തു? 3D സ്റ്റുഡിയോ മാക്സ് അല്ല, സോറി, അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് അതിൻ്റെ ആംഗിൾസൊക്കെ നമുക്ക് വേണം ചേഞ്ച് ചെയ്യാം. ഇതൊന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. ഡൗൺ ടോപ്പ് ആംഗിൾ കാണാം. സോ ജസ്റ്റ് ക്ലിക്ക് ഓക്കെ കൊടുക്കാം. ഓക്കെ, വ്യൂ പോവുക. നമുക്കിവിടെ ഹൈഡ് ചെയ്തിട്ട് പോകും. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ഞാനിവിടെ ഒരു എലിപ്സ് ടൂൾ എടുത്തു. ഇവിടെ എലിപ്സ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിലേക്ക് ഞാനൊരു ബ്ലാക്ക് കളർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തു. റേഞ്ച് സെൻറ്റ് ബാക്ക് കൊടുത്തു. ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇഫക്റ്റിൽ പോയിട്ട് നമ്മൾ ഇന്നലെ പഠിച്ച ബ്ലർ, ഗോഷ്യൻ ബ്ലർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് പ്രിവ്യൂ കൊടുക്കുക. ഇതിൻ്റെ റേഡിയസ് കുറയ്ക്കുക. നമ്മൾ ബ്ലർ റേഡിയസ് കുറയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ഓക്കെ കൊടുക്കുക. ക്ലിയർ ആയില്ലേ? മനസ്സിലായോ എങ്ങനെയാണ് നമ്മളൊരു 3D ഓബ്ജക്ട്സ് നമ്മൾ അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ ക്രിയേറ്റ് ചെയ്തതെന്ന്? ഓക്കെ, ഈ തരത്തിലുള്ള ഓബ്ജക്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3D ഇഫക്ട്സിലെ 3D ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ അതിൻ്റെ ഇഫക്ട്സുകളെ കുറിച്ച് നമ്മളിന്ന് പഠിച്ചു.
ഇഫക്ട്സുകളിൽ നമ്മൾ 3D ഇഫക്ട്സുകളെ കുറിച്ച് മാത്രമാണ് നമ്മളിന്ന് പഠിച്ചത്. ഓക്കെ, സോ അതിൽ ഏതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്? എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ ആൻഡ് സെക്കൻഡ് വൺ റിവോൾവ്. ഓക്കെ, എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു 3D ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. റിവോൾവ് എന്ന ഇഫക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു മനോഹരമായിട്ടുള്ളൊരു നിലവിളക്ക് നമ്മൾ അഡോബ് ഇല്ലുസ്ട്രേറ്ററിൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇന്നത്തെ ഈ 3D ഇഫക്ട്സുകളെ കുറിച്ചിട്ടുള്ള ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ ബൈ.